ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഷർട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അതിൻ്റെ ബോഡി ഭാഗം കട്ട് ചെയ്യുന്നത് ഇന്നും അതിൻ്റെ കോളർ കട്ട് ചെയ്യുന്നത് നാളെ ആയിട്ട് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടും ഇടാട്ടോ. കണ്ടോളൂ. ഷർട്ട് കട്ട് ചെയ്യാൻ തുണി രണ്ടായി മടക്കിയിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് അതിൻ്റെ തേരുഭാഗം മടക്കി ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് 24 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി. 10 ഇഞ്ച് വണ്ണാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടത്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചിട്ടു. ഇനി നമുക്ക് 1 ഇഞ്ച് പട്ടയുടെ സൈഡ് നമുക്ക് കയറിയിരിക്കാനായിട്ട്, മുയലയ്ക്ക് മേലെ കയറിയിരിക്കാനായിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. 1 ഇഞ്ചും കൂടുതലെടുത്തു. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്യുക. 24 ഇഞ്ച് ഇറക്കത്തിൽ 10 ഇഞ്ച് വണ്ണത്തിൽ തന്നെ നമുക്ക് പീസ് എടുക്കണം. 10 ഇഞ്ച് വണ്ണത്തിൽ 2 മടക്ക് തുണി, 24 ഇഞ്ച് ഇറക്കം തന്നെ. 24 ഇഞ്ച് ഇറക്കത്തിൽ ആ പീസ് നമ്മൾ ബാക്കിലേക്കുള്ള പീസാണ്, അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസും കൂടി ഇടാം. ഇട്ടു. രണ്ടും 1 ഇഞ്ച് കൂടുതലുള്ളത് മുൻഭാഗത്തേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗം ഒപ്പാക്കിയിട്ട് ബാക്ക് ഭാഗത്തിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തുക. 8 ഇഞ്ച് 16 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ. അതിൽ 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴിയാണ് 6 ഇഞ്ചാണ് കൈക്കുഴി. അതിലൊരു 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് എടുത്ത് നമ്മൾ കൈക്കുഴി വരച്ചു. നമുക്ക് ഷേപ്പ് 9 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് മോൾ ഭാഗത്ത് കഴുത്തകലെടുത്തു. 3 ഇഞ്ച് കഴുത്തിറക്കെടുത്തു. അതിൽ കർവ് വരച്ച് കഴുത്ത് വരച്ചു. ഇനി നമുക്ക് 1 ഇഞ്ച് 3/4 ഇഞ്ച് ചെരിച്ച് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗം. ഇനി 1 ഇഞ്ച് കൂടുതലുള്ളത് നമുക്ക് കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്ത് കളയണം, എന്നാലേ ഷോൾഡർ ഒപ്പാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്തെ കഴുത്തകലം അടയാളപ്പെടുത്തി മറ്റേ ഭാഗത്തേക്കും 8 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തിയ 8 ഇഞ്ചിലേക്ക് കർവ് വരച്ചു. കണ്ട, എന്നിട്ട് കൈക്കുഴി കുഴിച്ച് വരച്ചു. നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ ആദ്യം വെട്ടി ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്തു വേറെ എടുത്തു. ഇനി നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യാനുള്ളത് 3/4 ഇഞ്ച് ചെരിച്ച് ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തു. കഴുത്തും നെക്കും കട്ട് ചെയ്തു. കൈക്കുഴി വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പൊന്തി നിൽക്കും. 1/4 ഇഞ്ചും കൂടി കട്ട് ചെയ്തു. ഷർട്ടിൻ്റെ ബോഡി ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. 10.5 ഇഞ്ച് 10-15 ഇഞ്ച് എടുക്കുക. 9 ഇഞ്ച് വണ്ണം വേണം. ഇറക്കം 9 ഇഞ്ച് എടുക്കുക. അല്ല, വണ്ണം 9 ഇഞ്ചും ഇറക്കം 10 ഇഞ്ചും അടയാളപ്പെടുത്തുക. കണ്ട, 9 ഇഞ്ച് വണ്ണം. ഇനി 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. മൂലയിൽ നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തി. മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കർവ് വരച്ചു. കൈൻ്റെ തുമ്പ് വണ്ണം 6 ഇഞ്ചാണ്. ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ നിന്ന് നമുക്ക് ചെരിച്ച് വരച്ചു. അപ്പോൾ സ്ലീവും കട്ടിയിൽ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ കുറച്ച് കുഴിച്ച് വരയ്ക്കണം. ഒരു നോച്ച് സെൻറ്ററിൽ ഇട്ട് കൊടുത്ത് കുഴിച്ച് വരയ്ക്കുക. കുഴിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്.
16 ഇഞ്ച് നീളമാണത്, വണ്ണം 16 ഇഞ്ച്, 4 ഇഞ്ച് വീതി. നമുക്ക് 2 പീസ് 2 മണിക്കിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് വീണ്ടും ഒന്നും കൂടി മടക്കി അതിൽ കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് കഴുത്തിറക്കാം, അതിലും കർവ് വരച്ച് കഴുത്ത് വരച്ചു. ഇനി 3/4 ഇഞ്ച് ചെരിച്ച് വരച്ച് ഷോൾഡർ ചെരിച്ച് വരച്ചും കട്ട് ചെയ്യാം. കഴുത്തും കട്ട് ചെയ്തു. അതിന് 2 പീസാക്കണം. 2 പീസാക്കി കട്ടിങ് കഴിഞ്ഞു. ഉണ്ടാവും.